വീണ ജോർജ് മെനഞ്ഞാന്ന് അവരെ വിളിച്ച് സംസാരിച്ചില്ലേ? ഗവൺമെന്റ് സംഭാഷണത്തിന് പോലും തയ്യാറാവുന്നില്ല എന്നൊരു വിമർശനം പല കോണുകളിൽ നിന്നും വന്നിരുന്നല്ലോ. ഉദ്യോഗസ്ഥന്മാർ സംസാരിച്ചു, പ്രശ്നം തീർന്നില്ല. പിന്നീട് മന്ത്രി തന്നെ നേരിട്ട് വിളിച്ച് സംസാരിച്ചു. ഇതിൽ ഈ ഡിമാൻഡിനുള്ള സമീപനം അവർ അവരുടെ മുമ്പിൽ വ്യക്തമാക്കി. ഈ മാറ്റത്തിനനുസരിച്ച് കാര്യങ്ങൾ നമുക്ക് നടത്തി മുമ്പോട്ട് പോകാം എന്ന നിലപാട് സ്വീകരിച്ചാൽ യഥാർത്ഥത്തിൽ അവർക്ക് സമരത്തിൽ നിന്ന് പിൻവാങ്ങാമല്ലോ. അത് സ്വീകരിക്കാതെ ഇത്ര വിരുദ്ധ വീണ ജോർജിനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കുക എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ നിലപാടിന്റെ ഭാഗമാണ്. അത് ആ നിലയിലേ ഞങ്ങൾ കാണുന്നുള്ളൂ. അപ്പോൾ അതിന് ആ നിലയിൽ തന്നെ നേരിട്ട് നമുക്ക് ഇപ്പോൾ ഞാൻ വേറൊരു ഉദാഹരണം നിങ്ങൾ ചോദിച്ചിട്ട് ഞാൻ പറയാണ്. അംഗനവാടിക്കാരിപ്പോൾ സമരം തുടങ്ങിയിട്ടുണ്ടല്ലോ. ഒരു വിഭാഗം അംഗനവാടിക്കാരുടെ പ്രശ്നങ്ങളിൽ ഗവൺമെന്റ് ഈ സമരം ആരംഭിക്കുന്നതിന് ചർച്ച നടത്തിയില്ലേ? എല്ലാ ട്രേഡ് യൂണിയൻ സംഘടനകളെയും വിളിച്ച് ചർച്ച നടത്തിയില്ലേ? ചർച്ച നടത്തി എല്ലാ പ്രശ്നങ്ങളും അവർ ആ തീരുമാനത്തിന്റെ ഭാഗമാണ് അംഗൻവാടി ജീവനക്കാരുടെ പെൻഷൻ കുടിശ്ശിക കൊടുത്തു തീർക്കാനുള്ള നിലപാടുകൾ സ്വീകരിച്ചത്. അത് പ്രഖ്യാപിക്കുകയും ചെയ്തല്ലോ. ഈ നിലപാട് സ്വീകരിച്ചപ്പോൾ എല്ലാ സംഘടനകളും യോജിച്ചു നിന്നു. അവസാനം അവരെല്ലാം പങ്കെടുത്ത പ്രതിനിധികളെല്ലാം മന്ത്രിക്ക് ഷെയ്ക്കൻഡ് കൊടുത്ത് അവർ പിരിഞ്ഞുപോയി. പുറത്തു വന്നപ്പോൾ അവിടുത്തെ തീരുമാനത്തിന് വിരുദ്ധമായി INTUC സമരം പ്രഖ്യാപിക്കണം. അതെന്താ ഇതിനർത്ഥം? ഒരു ഡിസ്കഷനിൽ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ തീരുമാനമെടുക്കുന്നതിനുള്ള ഭിന്നത പ്രകടിപ്പിക്കണം. ഭിന്നത പ്രകടിപ്പിക്കാതെ തീരുമാനത്തോടൊപ്പം നിന്ന് തീരുമാനം അംഗീകരിച്ച് പുറത്തു പോയവർ അവർ ഏകപക്ഷീയമായി സമരം പ്രഖ്യാപിക്കുകയാണ്. അത് രാഷ്ട്രീയമല്ലെങ്കിൽ വേറെ എന്താണ് അതിന്റെ കാരണം? ജീവനക്കാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതാണോ? ഇവിടെ അംഗനവാടി ജീവനക്കാർ എന്ന് പറയുന്നത് കേരളത്തിൽ ഏകദേശം 64,000-ഓളം ആളുകളുണ്ട്. 25,000-ൽ പരം ആളുകൾ ആശാ വർക്കർമാരാണ്. അവരുടെ പ്രശ്നങ്ങൾ ആകെയാണ് കാണുന്നത്. അത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ പ്രശ്നങ്ങൾ വേർതിരിച്ച് കാണുക എന്നുള്ളതല്ല. ആശാ വർക്കർമാർ ഈ 25,000-ൽ പരം വരുന്ന ആശാ വർക്കർമാരുടെ പ്രശ്നങ്ങൾ ഒന്നാണ്. അത് ആ നിലയിൽ പരിഹരിക്കപ്പെടണം. അംഗൻവാടി ജീവനക്കാരുടെ 64,000 പേരുടെ പ്രശ്നങ്ങൾ ഒന്നാണ്. അത് ആ നിലയിൽ പരിഹരിക്കപ്പെടണം. അതാണ് ഗവൺമെന്റ് സ്വീകരിക്കുന്ന സമീപനം. അതുകൊണ്ട് ഈ വിഷമം അനുഭവിക്കുന്ന ഈ ജീവനക്കാരുടെ പക്ഷത്താണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് എന്നുള്ളത് ഇനിയെങ്കിലും അവർ തിരിച്ചറിഞ്ഞ് അവരുടെ ഭാവിക്ക് സുരക്ഷിതത്വമുണ്ടാക്കുന്ന ശരിയായ നിലപാടുകളിലേക്ക് എത്തിച്ചേരുന്നതിന് തയ്യാറാണ്. അത്തരം പ്രശ്നങ്ങളെ കുറിച്ച് അവർ സംഭാഷണം നടത്താൻ തയ്യാറാണ്. നമുക്ക് ഇനിയും സംഭാഷണം നടത്തി നിങ്ങൾ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ പ്രതികരണമോ ഗവൺമെന്റ് ആക്ഷേപിച്ചിട്ടില്ലല്ലോ. എത്രയെങ്കിലും ആ വിവാദത്തിലേക്കൊന്നും ഇപ്പൊ ഞാൻ പോകുന്നില്ല. ആ വിവാദത്തിൽ നമ്മളെ ഞാൻ മെറിട്ട് ആലോചിക്കുന്നത് ഗവൺമെന്റ് ഇവരെ തള്ളിക്കൊണ്ടുള്ള ഒരു നിലപാട് എടുത്തിട്ടില്ലല്ലോ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഇവരെ തള്ളിക്കൊണ്ടുള്ള ഒരു നിലപാട് എടുത്തിട്ടില്ല. അല്ല, അത് പിന്നെ ഒരു യാഥാർത്ഥ്യം പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഒരു യാഥാർത്ഥ്യം പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ആശാ വർക്കർമാരുടെ മഹാഭൂരിപക്ഷവും ഇവരെ നിലപാടിനോടൊപ്പം ഇല്ല. നിങ്ങൾ സംഘടനയെക്കാളൊക്കെ ഉപരിയാണ് ഓരോ മേഖലയിലുള്ള ആളുകളുടെ ജീവിത പ്രശ്നങ്ങൾ. ആ ജീവിത പ്രശ്നങ്ങളെല്ലാം ഒന്നാണ്. ഏത് സംഘടനയിൽപ്പെട്ടവരായാലും. ഇനി സംഘടനയിൽ ഇല്ലാത്തവർക്ക് ഈ നാട്ടിൽ ജീവിക്കണ്ടേ? ഒരു സംഘടനയിലും പെടുന്നില്ല. ഒരു സംഘടനയിലും ആളുകൾ അംഗമാവുന്നില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് നമ്മുടെ നാട്ടിൽ ജീവിക്കണ്ടേ? അവർക്ക് കൂടി ജീവിക്കുന്നതിന് സഹായകരമായ അന്തരീക്ഷമല്ലേ ഒരു ഗവൺമെന്റ് ഉണ്ടാക്കേണ്ടത്? ആ നിലപാടിനെയാണ് നമ്മൾ എടുക്കുന്നത്. മറ്റേ നിങ്ങൾ ഈ ഒറ്റപ്പെട്ട ചില സ്റ്റേറ്റ്മെന്റിനെ ഉപയോഗപ്പെടുത്തുന്നതിനെ വക്രീകരിക്കേണ്ടതില്ല. അത് അവരുടെ നിലപാട്. അതല്ലെങ്കിൽ അതല്ലാന്നവർ പറഞ്ഞോട്ടെ എന്ന്. ഏത് ആവശ്യം ഞാൻ പറഞ്ഞല്ലോ. അതിന്റെ ഒരു പൊതുനില അവരും പറഞ്ഞില്ലേ. ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ സഹായം ചെയ്യാൻ നേരാണെങ്കിൽ അതിന്റെ വീതം സ്റ്റേറ്റ് കൊടുക്കാമെന്ന് പറയുന്നത് എന്തുണ്ടാ ശതമാനം നോക്കിയിട്ടാ? അതൊരു മാനുഷികമായ പ്രശ്നം എന്നുള്ള നിലയ്ക്കും ന്യായമായ പ്രശ്നം എന്നുള്ള നിലയ്ക്കുമുള്ള ഒരു സമീപനമാണത്. ആ സമീപനം ഉയർത്തുന്നത് അവര് കഴിഞ്ഞ ദിവസം ചർച്ചയിൽ വിളിച്ചിട്ട് അവരുടെ എല്ലാ പ്രശ്നങ്ങളോടും അവർ പ്രതികരിച്ചില്ലേ? എന്തിനാ അവർ തെറ്റിപ്പിരിഞ്ഞു പോയത്? 21,000 രൂപ ഓണർ ചെയ്യാൻ പ്രഖ്യാപിക്കാത്തതുകൊണ്ടാണോ? 5 ലക്ഷം രൂപ റിട്ടയർമെന്റ് ആനുകൂല്യം പറയാത്തത് കൊണ്ടാണോ?
അങ്ങനെ പരിഹരിക്കപ്പെടാൻ കഴിയുന്ന ഒരു പ്രശ്നമാണോ ഇത്? നിങ്ങൾ ആലോചിച്ച് നോക്കിക്കോ. അപ്പോൾ അതിനോടൊരു ഗവൺമെൻറ് എന്ന സമയത്ത് ഒരു ഡിമാൻഡ് ഗവൺമെൻറ് ഉയർത്തുക എന്നുള്ളതല്ല പ്രശ്നം. ഗവൺമെൻറ്റിന് വന്ന ഡിമാൻഡിൽ എന്ത് നിലപാട് എന്നുള്ളതാണ്. ഗവൺമെൻറ്റിന് എല്ലാവരും ഒരു സമരത്തിൻ്റെ ആളുകളുടെ പ്രശ്നം മാത്രം തീർക്കാൻ പറ്റില്ലല്ലോ. എല്ലാവർക്കും ബാധകമായിട്ടല്ലേ അത് ഏത് സംഘടനകൾ എടുത്തു കഴിഞ്ഞാലും എല്ലാവർക്കും ബാധകമാകുന്ന നിലയിലാണ് നമുക്ക് നടപ്പിലാക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ കേന്ദ്ര ട്രേഡ് യൂണിയൻ സംഘടനകൾ അഖിലേന്ത്യാ തലത്തിൽ ഉന്നയിക്കുന്ന ഡിമാൻഡിനോട് അതിനോടൊപ്പം നിൽക്കുന്നതിനാണ് ഇവിടെ ഗവൺമെൻറ് ഈ തൊഴിലാളി വിഭാഗത്തോടുള്ള സമീപനത്തിൻ്റെ പ്രശ്നമാണത്. അത് നിലപാടെടുക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഇത് നമ്മൾ തെറ്റായി വ്യാഖ്യാനിച്ച് വേറെ രീതിയിലേക്ക് വേണം. സൊല്യൂഷൻ നിങ്ങൾ ആരെങ്കിലും ഉണ്ട് പറഞ്ഞോ, നമുക്ക് പരിശോധിക്കാം. അത് ശരി, അത് പറയണ്ടേ? അത് തന്നെയാണ് പ്രശ്നം. അതുകൊണ്ടാണ് പ്രശ്നം. ഇവിടെ ജീവനക്കാരുടെ ഭാവിക്ക് സംരക്ഷണം ഉണ്ടാക്കുന്ന നിലയിലുള്ള സമീപനമല്ല അതിന്റെ നേതൃത്വത്തിൽ. അവർ വേറെ ഏതോ വലയത്തിലാണ്. ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയാൻ വേണ്ടി നിൽക്കുന്നില്ല. ഞാൻ പറയുന്നത് എനിക്കിപ്പോഴും ആ സമരം ചെയ്യുന്ന ആളുകളോടൊക്കെ ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടതുള്ള അഭിപ്രായക്കാരനാണ് ഞങ്ങളെല്ലാവരും. ഗവൺമെന്റിന്റെ നിലപാട് ഇത് തന്നെയാണ്. ഗവൺമെന്റിന്റെ ഒരു വ്യക്തത പറഞ്ഞല്ലോ ഈ പ്രശ്നത്തിൽ. കേന്ദ്ര ഗവൺമെന്റ് സഹായിക്കുന്നു, എല്ലാ സഹായവും നൽകിയെന്നല്ലേ കേന്ദ്രം പറയുന്നത്, മന്ത്രി തന്നെ പറഞ്ഞത്. ശരിയാണോ? പാർലമെന്റിനെ തെറ്റിദ്ധരിപ്പിച്ചില്ലേ? ഇവിടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചില്ലേ? അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടെ ചേർത്തിട്ടാണ് ആരോഗ്യവകുപ്പ് മന്ത്രി അദ്ദേഹത്തെ കണ്ട് ചർച്ച ചെയ്യാൻ വേണ്ടി അത് ഇനിയും ശ്രമം തുടരുകയാണ്. ആരോഗ്യവകുപ്പ് മന്ത്രിയെ നേരിട്ട് കണ്ട് അവിടെ രേഖാമൂലം നിവേദനം കൊടുത്തിട്ടുണ്ട്. ആരോഗ്യമന്ത്രിയെ നേരിട്ട് കണ്ട് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയുള്ള ശ്രമം തുടരുകയാണ്. അതുകൊണ്ട് നിങ്ങൾ വെറുതെ എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നതൊക്കെ എനിക്കറിയാം. സമരത്തിൽ പങ്കെടുക്കുന്ന ആശാവർക്കർമാരോടോ അംഗൻവാടി ജീവനക്കാരോടോ ഒരു വ്യത്യസ്ത അഭിപ്രായം ഞങ്ങൾക്കില്ല. എന്നാൽ അവരുടെ പേരിൽ സ്വീകരിക്കുന്ന ചിലരുടെ നിലപാടുകളോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. അത്രേ എൻ്റെ പ്രശ്നമുള്ളൂ. അല്ല, അതല്ല. പിന്നെ ജനങ്ങളുടെ മുമ്പിലുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇപ്പം കേരളത്തിൽ എത്ര ജനവിഭാഗങ്ങൾക്ക് ആനുകൂല്യം കൊടുക്കുന്നുണ്ട്, സഹായം കൊടുത്തിട്ടുണ്ട്. ഈ ആശാവർക്കർമാർക്ക് സഹായം കൊടുത്തില്ലേ? അംഗനവാടി ജീവനക്കാർക്ക് കൊടുത്തില്ലേ? ഇവർക്കെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഓണറേറിയം കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞിട്ടല്ലല്ലോ നൽകുന്നത്. ഇത് അവർക്കിത് ജീവിതത്തിന് പര്യാപ്തമല്ല. ഇത് അവരുടെ ജോലിയും ഇതെല്ലാം വെച്ച് നോക്കുന്ന സമയത്ത് ഇത് അവരുടെ ജീവിതാവശ്യങ്ങൾ നിറവേറ്റുന്നതിന് പര്യാപ്തമല്ല. അപ്പോൾ അവരുടെ ജീവിതാവശ്യങ്ങൾ നിറവേറ്റുന്നതിന് സഹായകരമായ ഉയർച്ചയിലേക്ക് പോകണം. അതിന് സഹായകരമായ നിലപാടാണ് നമ്മൾ എടുക്കുന്നത്. ഇങ്ങനെയുള്ള നാനാവിഭാഗം ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയിട്ടുള്ള അനുഭവങ്ങളാണ് നാട്ടുപുറത്തുള്ളത്. അതുകൊണ്ട് ഇതിനെ ഉപയോഗിച്ച് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ സ്വാധീനം ചെലുത്താൻ കഴിയും എന്നൊക്കെ കരുതുന്നവർ അവർ കരുതിക്കോട്ടെ. പക്ഷെ അതൊന്നും നാട്ടിൽ സംഭവിക്കാൻ പോകുന്നില്ല. അത് ഒരു തരത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ബാധിക്കുന്ന പ്രശ്നമല്ല. ഞാൻ അറിയില്ല. അത് ഞാനിവിടെ പറഞ്ഞത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തീരുമാനമാണ്. RJDയും CPIയും ഉൾപ്പെടെയുള്ള പാർട്ടികളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലുള്ളത്. ആ മുന്നണി ഒറ്റക്കെട്ടായി എടുത്തിട്ടുള്ള തീരുമാനങ്ങളാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്.